Hi traders, welcome to MindTrendFX. 21st ഏപ്രിൽ നമ്മൾ നിഫ്റ്റി 50 വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ 20-ാം തീയതി ഇന്ന് നമ്മൾ നിഫ്റ്റി മാർക്കറ്റ് വാച്ച് ചെയ്തവർക്ക് കാണാൻ പറ്റും. നമുക്ക് രാവിലെ നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു. പ്രൈസ് താഴോട്ട് വന്നു, അതുപോലെ മുകളിലോട്ടും പോയി. താഴെയും മുകളിലും എല്ലാവരുടെയും പുട്ട് സൈഡ് എടുത്ത് വെച്ചവരുടെയും കോൾ സൈഡ് എടുത്ത് വെച്ചവരുടെയും ഒരുവിധം എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം നമ്മൾ നിഫ്റ്റി ഒന്ന് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളും നിഫ്റ്റിയിൽ ഒരു കോൾ സൈഡ് എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്കൊരു മോർണിംഗ് സ്റ്റാർ ഫോം ചെയ്തതിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഒരു എൻട്രി കൺസിഡർ ചെയ്തത്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ആ സെയിം എൻട്രി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പ് മെമ്പേഴ്സും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇന്നത്തെ ദിവസം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ നിന്ന്. സോ നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷം ഉള്ള മൊമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ പ്രൈസ് ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ താഴോട്ട് വന്ന പ്രൈസ് ലാസ്റ്റത്തെ ഒരു 2-3 hours പ്രൈസ് താഴോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നാളത്തെ ദിവസം പ്രൈസ് ഒന്ന് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നത് കുറച്ച് പ്രൈസ് താഴോട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നാളത്തെ നമ്മളെ ഓപ്പണിങ്ങും ഒരു ഗ്യാപ് ഡൗണിലാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ നാളെ നമുക്ക് പ്രൈസ് ഓപ്പണായി ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രൈസ് ഒന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,480 മുകളിൽ ഒരു കോൾ സൈഡ് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ 24,480 മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൾ സൈഡ് എൻട്രി കൺസിഡർ ചെയ്യാം. 24,640 ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ടാവുക. 24,800 നമുക്ക് സെക്കൻഡ് ടാർഗറ്റുമായിട്ടും ഫിക്സ് ചെയ്യാം. മേ ബി പ്രൈസ് ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പണായി വീണ്ടും പ്രൈസ് താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 24,100 ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴോട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 24,000 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും 23,860 നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. 24,100 താഴെ മാത്രമേ നമ്മളൊരു പുട്ട് എൻട്രി എടുക്കത്തുള്ളൂ. ഈ ഒരു സോൺ നമ്മൾ ഒരു നോ ട്രേഡ് സോൺ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക.